ഇത്ര ടേസ്റ്റി എഗ് റോസ്റ്റ് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? എഗ് റോസ്റ്റ് ലവേഴ്സ് ഇതൊന്നും മിസ്സാക്കരുത്. ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങാം. ഞാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. കുക്കറിൽ മുട്ട മുങ്ങുന്നത്ര വെള്ളമൊഴിച്ച് 2 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. 2 തക്കാളി, 2 ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. ചൂടായ ചട്ടിയിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ അത് തീർന്നു പോയി, അതുകൊണ്ടത് കാണിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് വഴറ്റാറുള്ളത്. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും ഇവയൊക്കെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് അല്പം കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 3 ടീസ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ ഗരം മസാലയും. ഇനി എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തയ്യാറാക്കിയ മസാലയിൽ പുഴുങ്ങിയ മുട്ടയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. റോസ്റ്റ് കൊണ്ട് മുട്ട നല്ലപോലെ പൊത്തി വെക്കാം. ഇങ്ങനെ 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അടിപൊളി മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.